നൗ സിമ്പിൾ IT ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന 1 മുതൽ 11 വരെയുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റും അതുപോലെ 1 മുതൽ 10 വരെയുള്ള എക്സാമിന്റെ റിസൾട്ടുമാണ് ഈ വർക്ക്ഷീറ്റിൽ കാണിക്കുന്നത്. ഈ ഓരോ സ്റ്റുഡന്റിനും എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്കും അതുപോലെ തന്നെ ഇവർ പാസ്സാണോ ഫെയിലാണോ എന്നുള്ള 2 കാര്യങ്ങളാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാണാം. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാണുന്നതിനായുള്ള ഫോർമുല എഴുതി തുടങ്ങാം. ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ മാർക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം എന്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 89.50. ഇനി ഇതുപോലെ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാനായി ഈ കാണുന്ന ഫോർമുല താഴേക്ക് ഇത് ഡ്രാഗ് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം അങ്ങനെ വളരെ സിമ്പിളായി നമുക്ക് ഈ ആവറേജ് പെർസെൻറ്റേജ് ലഭിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ട പെർസെൻറ്റേജ് ഓഫ് മാർക്സിൽ നിന്നും നമുക്ക് ഇവിടെ മാർക്കുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി പെർസെൻറ്റേജ് മാർക്ക് മാറുന്നത് നമുക്ക് കാണാം. ഇനി അടുത്തതായി നാം റിസൾട്ട് എങ്ങനെ കാണാം എന്ന് നോക്കാം. അതിനായി പാസ്സാണോ ഫെയിലാണോ അറിയാൻ വേണ്ടി നമുക്ക് ഫോർമുല എഴുതി തുടങ്ങാം. ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ഈക്വൽ 40 കോമ ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ് കോമ വീണ്ടും ഡബിൾ കോട്ട്സ് ഫയൽ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇപ്പോൾ നമുക്ക് കാണാം ആദ്യത്തെ കുട്ടിയുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കും അതുപോലെ തന്നെ ആ കുട്ടി ഫെയിലാണോ പാസ്സാണോ എന്ന് നമുക്ക് കാണാം. എത്ര മാർക്കിന് മുകളിലാണോ അത് നമ്മൾ അതുപോലെ ഫോർമുല എഴുതുക. 40 മാർക്കിന് താഴെയുള്ള കുട്ടികൾ ഫെയിൽ എന്നാണ് നമ്മൾ ഫോർമുലയിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് താഴേക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ കാണുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്കും അതുപോലെ പാസ്സാണോ ഫെയിലാണോ എന്ന് എങ്ങനെ കാണാമെന്നുമുള്ള 2 ഫോർമുലകളാണ് ഇന്ന് നാം പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈഫ് വെച്ച് തന്നെ ചില സന്ദർഭങ്ങളിൽ വരുന്ന ഫോർമുലയാണ് അടുത്ത ക്ലാസ്സിൽ നാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക.